ഹലോ സുഹൃത്തുക്കളെ, ടോക്സിക് കണ്ടിട്ട് ഇറങ്ങിയിട്ടിരിക്കുകയാണ്. എന്തപ്പോൾ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റോക്കി ബായിനെ ഒരു വെടിബായി ആക്കി. തോക്കെടുത്താലും വെട്ടി, പെണ്ണിനെ കിട്ടിയാലും വെട്ടി, വെട്ടി എന്നെ വെട്ടി പടത്തിന് മുഴുവനും. എന്താ കാട്ടിക്കൂട്ടിയെന്ന് ദൈവത്തിന് അറിയാം. ഒരു ബന്ധമില്ലാത്തൊരു 100 ഇടിയും ഒരു 10-500 500-ന് മേലെ ആൾക്കാരൊക്കെ കൊന്നിട്ടുണ്ടാവും റോക്കി ബായി. അയാൾക്കൊരു നല്ല ഇമേജ് ഉണ്ടായിരുന്നു. അത് ഈ പടത്തോടുകൂടി അവസാനിക്കും ഉറപ്പാണ്. പക്ഷേ പിക്ചർ ക്ലാരിറ്റി സൂപ്പറാണ്, സൗണ്ട് സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. പക്ഷെ ഒരു കഥ അല്ലാന്നേ. ഈ സിനിമയിൽ എന്താ വെച്ചാൽ മെയിൻ ഞാൻ പറഞ്ഞുതരാം. തോക്കെടുത്ത് കഴിഞ്ഞാൽ വെടിച്ചിട്ട് ആൾക്കാരെ കൊല്ലും. അത് കഴിഞ്ഞ് തോക്ക് ഓഫ് ചെയ്ത് അടുത്ത സീൻ എന്താ? പെണ്ണിനെ വെട്ടിയേക്കണ സീന്. ഈ ജായി പടാണ് മോനെ, ഇതൊന്നും പറയണ്ട. ചെങ്ങായിക്കുള്ള ഇമേജ് കുറേ പോയി. ഈ ഇറക്കിയ പൈസ കിട്ടുമെന്ന് ദൈവത്തിനറിയാം. അവിടുന്ന് കുറേ ആൾക്കാർ സർക്കസിൽ നിന്ന് വരും, അവരെയും കൊല്ലും ഇവരെയും കൊല്ലും. ആകെ കൊല്ലല്. പക്ഷെ ഒരു കാര്യം കിട്ടാ, ഫൈറ്റ് സീനൊക്കെ നല്ല രസമുണ്ട്. ഫൈറ്റ് കാണാനൊക്കെ നല്ല രസമുണ്ട്. ഓക്കെ, ക്യാമറ സൂപ്പറാണ്, പിക്ചർ ക്ലാരിറ്റി സൂപ്പറാണ്, സൗണ്ട് സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. പക്ഷെ ഒരു കഥ അല്ലാന്നേ. പിന്നെ സ്റ്റൈല് സൂപ്പർ സ്റ്റൈലാട്ടാ. ചെറുപ്പം വേറൊരു പിന്നെ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കുട്ടിയുടെ പിന്നെ ഇവൻ്റെ യാഷിൻ്റെയും ചെറുപ്പകാലം കാണിക്കുന്ന സീനുണ്ട്. യാസിൻ്റെയും നയൻതാരയുടെ ആ സീനൊക്കെ നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ചെറിയ വിഷമൊക്കെ ആവും അവരാ സിറ്റുവേഷനൊക്കെ കാണുമ്പോൾ. പിന്നെ ഒരു 3/4 മണിക്കൂറിൻ്റെ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞാൽ മതി എന്നായി. ഇനി മേലെ ചായ കാണിക്കരുത്, ഈ ചായ ഇടപാട് കാണിക്കരുതാ, അങ്ങനെ തോന്നലാവും. പിന്നെ ഈ ഫൈറ്റിനെയും കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താവും. ഇതൊന്നും ഫൈറ്റ് ഇല്ലാത്തൊരു സാഹചര്യം നോക്കാവും. ലാസ്റ്റ് യാഷിനെ കോമാളിയാക്കും. ഒന്നും പറയണ്ട, നമുക്ക് തന്നെ നായകൻ കോമാളി എന്നുള്ള രീതിയിലുള്ള ചിന്ത പോരാ. ആ ജായി പാടം എന്ത് കണ്ടിട്ടാണ് ഈ യാഷ് ഇത് കൺഫേം ആക്കിയെന്ന് അറിയില്ല കേട്ടാ. എന്തായാലും പൈസ എന്തായാലും പോകാൻ ചാൻസ് ഉണ്ട്. ഈ ജായി അവരാതെ പടം യാഷെ ഇനി യാഷിനോടാണ് ഈ ജായി പടത്തിൽ ഇനി അഭിനയിക്കുക. ഈ ജായി കഥയുള്ള പടം, അതിന് ഇത് പടത്തിൽ കഥ അല്ലല്ലോ, സോറി. ഈ ജായി പടങ്ങൾ ഇനി എടുക്കരുത് നിങ്ങൾ. ഇയാളെ പറ്റിയിട്ട് ആൾക്കാർക്ക് ആ സൂപ്പറാന്നുള്ള ധാരണ ഇതൊക്കെ കൂടി പോവും. ഈ ജായി പടഞ്ഞെടുക്കരുത് പറഞ്ഞേക്കാം. പിന്നെ നമുക്ക് തോന്നൽ വരും. പിന്നെ യാഷ് ചൈനക്ക് പോവും. ഈ ചൈനക്ക് പോയത് എങ്ങനെയാന്ന് നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. കപ്പൽ മാർഗമാണോ അതോ ഫ്ലൈറ്റ് മാർഗമാണോ പോയത് നമുക്കറിയില്ല. അങ്ങനത്തെ കഥ ഓരോ ചോദ്യങ്ങൾ വരും. നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മുഴുവനുണ്ട് ഈ പടത്തിൽ. ഇങ്ങനെ ഒരു പടം എനിക്ക് തോന്നണമെങ്കിൽ ഗീതു മോഹൻദാസ് മനഃപൂർവ്വം ഇതിൽ അഭിനയിക്കാണ്ടിരുന്നാന്ന് തോന്നുന്നിട്ടാ. റോളില്ലാണ്ടെന്നല്ല, റോളൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുടെ റോളുണ്ട്. ഇത് മനഃപൂർവ്വം അഭിനയിക്കാണ്ടിരുന്നാന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഈ പടം കണ്ടിട്ട്. കിട്ടുന്ന അല്ലാതെ ഈ ആശിന് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും. എനിക്കിത്ര പറയാനുള്ള. പിന്നെ പടം കണ്ടവർ കമൻറ്റ് ചെയ്യും എന്താ നിങ്ങളെ അഭിപ്രായം എന്ന്. എൻ്റെ അഭിപ്രായം ഇതൊക്കെ.